1905 ഓഗസ്റ്റ് 7-ന് അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായി വന്ദേമാതരം മാറുകയാണ്. അവിടെ മതം ഒരു പ്രശ്നമായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം അല്പം മുമ്പ് റോണി കെ ബേബി പറഞ്ഞ ഈ വന്ദേമാതരം ഉയർന്നു കേട്ട വന്ദേമാതരം പാടി കഴുമരത്തിലേക്ക് നീങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വന്ദേമാതരം അന്ന് 2 സ്റ്റാൻസ മാത്രമായിരുന്നു അവർക്കൊക്കെ ആവേശം കൊടുത്തതെന്നുണ്ടെങ്കിൽ ബങ്കിംചന്ദ്ര ചാറ്റർജിക്ക് 2 സ്റ്റാൻസ മാത്രം എഴുതിയാൽ മതിയായിരുന്നല്ലോ. വന്ദേമാതരത്തിന്റെ ഹൃദയഭാഗത്തെയാണ് മുറിച്ചു മാറ്റിയെന്നുള്ള ഗൗരവമുണ്ട്. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇത് ചർച്ചയാവണം, വീണ്ടും വീണ്ടും ചർച്ചയാവണം. കോടി കോടി കണ്ട കളകളെ നിനാദ കരാളെ എന്ന് തുടങ്ങുന്ന ഭാഗം മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സപ്തകോടി എന്ന് ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതിയത് 1896 ആലപിക്കുന്ന സമയത്ത് സപ്തകോടി എന്ന രീതിയിൽ തന്നെയാണ് ടാഗോർ അത് പാടുന്നത്. എന്നാൽ പിന്നീട് 1905 ശേഷം, ബംഗാൾ വിഭജനത്തിന് ശേഷം ഈ ഗീതം കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ, കൽക്കട്ടയിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഉയരുന്ന സമയത്ത് അത് പാടിയത്, ഇതിനെ തിരുത്തിയത്, അതായത് ബങ്കിംചന്ദ്ര ചാറ്റർജി കോടി കോടി എന്നായിരുന്നില്ല എഴുതിയിരുന്നത്. നമ്മൾ ഇന്നീ പറയുന്ന ഒറീസ, ഇപ്പോഴത്തെ പശ്ചിമ ബംഗാള് എന്ന ഈ ഭാഗമെല്ലാം ഉൾപ്പെടുന്ന വംഗദേശം എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന ഭാരതത്തിന്റെ ഭാഗമായിരുന്ന 7 കോടിയോളം ജനങ്ങൾ അധിവസിച്ചിരുന്ന ആ പ്രദേശത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്, അതിനെ മാതാവായി കണ്ടുകൊണ്ട് ഗംഗാമാത എന്ന കോൺസെപ്റ്റോട് കൂടി ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ഗീതം പിന്നീട് എങ്ങനെയാണ് കോടി കോടി എന്ന രീതിയിൽ, അതായത് ഭാരതം മുഴുവൻ ഏറ്റെടുക്കാൻ, അതായത് മുറിച്ചു മാറ്റിയ ഭാഗത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഭാരതം മുഴുവൻ ഏറ്റെടുക്കത്തക്ക രീതിയിൽ പാടിയത് മുമ്പ് അദ്ദേഹം കോട്ട് ചെയ്ത ടാഗോർ തന്നെയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വതന്ത്ര ഭാരതത്തിലാണല്ലോ പിന്നീട് ഇത് വിവാദമാകുന്നതും അത് വർഗീയമായ കുറച്ച് പരാമർശങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുറിച്ചു മാറ്റപ്പെടേണ്ടി വന്നത്. ഇന്നും കോൺഗ്രസിന്റെ വക്താവിന് പറയേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് പരിതപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. കാര്യം ഒരുപക്ഷെ ജനറ്റിക് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇനിയും തിരുത്തുന്ന കാര്യം വരുന്ന സമയത്ത് വീണ്ടും ആലോചിക്കുന്നു എന്നുള്ളതിൽ കൂടുതൽ എനിക്ക് അതിൽ കമന്റ് ചെയ്യാനില്ല. പക്ഷേ 1947 ഭാരതം സ്വതന്ത്രമായതിനു ശേഷം സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പുലരിയിൽ ആകാശവാണിയിലൂടെ ഈ ഗീതം പുറത്തു വരുന്ന സമയത്ത് വന്ദേമാതരം ആദ്യമായി സ്വതന്ത്ര ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങേയറ്റം ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഈ ഗീതം കേൾക്കുന്ന സമയത്ത് ഈ ഗീതം പൂർണ്ണമായി പാടാൻ അനുവദിച്ചാൽ മാത്രമേ ഞാൻ പാടൂ എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയുമെന്ന് എനിക്കറിയില്ല. ഓംകാർനാഥ ഠാക്കൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓംകാർനാഥ ഠാക്കൂർ പട്ടേലിനോട് വെച്ച ഒരേ ഒരു കണ്ടീഷൻ, പട്ടേൽ പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായി ഇത് പാടണം എന്നായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ പട്ടേലിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണോ? മുമ്പ് പറ്റിയ തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറാകാത്തതിന്റെ പരിണിത ഫലമായി രാഷ്ട്രീയപരമായി ഉണ്ടായ തിരിച്ചടികൾ എന്നുള്ളത് വിട്ടേരെ. നമ്മൾ രാഷ്ട്രത്തെ ഞാൻ ഈ പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടത് 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ ഗീതത്തെ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ 1947 രാഷ്ട്രത്തെ തന്നെ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് മൗനസമ്മതം കൊടുക്കുകയും ചെയ്തു. രാഷ്ട്രം വിഭജിക്കപ്പെട്ടു. വിഭജിക്കപ്പെട്ട രാഷ്ട്രത്തിൽ മതപരമായ പേരിൽ മാത്രമായി ലക്ഷക്കണക്കിന് ആളുകൾ, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതി, ആ കുരുതിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ച് ആലോചിക്കും മുമ്പ് ഞാൻ പലപ്പോഴും പല അവസരങ്ങളിലും സൂചിപ്പിച്ചിട്ട് ഉള്ള കാര്യം, എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ട് ഒരമ്മ മരിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഒരു കുട്ടി എൻ്റെ ജന്മദിനമാണെന്ന് കരുതി ലഡു വിതരണം ചെയ്തത് ആഘോഷിക്കുന്ന നേരം ഇനി ഒരു അമ്മയും മരിക്കപ്പെടരുത്, ഇനി ഒരു കുഞ്ഞും അനാഥരാക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും ഭാരതത്തിൽ അവശേഷിക്കുന്നു. അവരുടെ മനസാക്ഷിയാണ് ഈ ആവശ്യം. ഒരു പക്ഷേ അവരുടെ മനസാക്ഷി, അവരുടെ മുഴുവൻ ഉള്ളിലിരിക്കുന്ന ഒരു ആവശ്യമായിരിക്കാം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിൽ പുറത്തു വന്നത് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വന്ദേമാതരത്തെ മുറിച്ചു മാറ്റാൻ എടുത്ത തീരുമാനം രാഷ്ട്രത്തെ മുറിച്ചു മാറ്റുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ മതപരമായി ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് പാകിസ്ഥാനിലാണ്. ആ മൈൻഡ് സെറ്റ് ഉള്ളവർ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെതിർക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർ ആരും എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്ന് അതിനെ അനുകൂലിച്ചവരും, അല്ലെങ്കിൽ ഇത് എന്താണ് പറയുന്നത്, രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ചെറിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടുന്ന സാഹചര്യം കോൺഗ്രസിന് ഉണ്ടായി എന്നിരിക്കട്ടെ. ശേഷം 10 വർഷത്തിന് ശേഷമാണ് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1947 മതം ആവശ്യപ്പെട്ട്, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മുറിച്ചു മാറ്റി ഒരു മതരാഷ്ട്രത്തെ സ്ഥാപിച്ച സമയം ഭാരതം, ഈ സ്വതന്ത്ര ഭാരതം സർവ്വമത സമഭാവനയുടെ രാഷ്ട്രമായിരുന്നു, മതേതര രാഷ്ട്രമായിരുന്നില്ല. പിന്നീടുള്ള നമുക്കറിയാമല്ലോ, ഭരണഘടനയിൽ എഴുതി ചേർത്തതാണ് ഇവിടെ മതേതരത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് മതേതരത്വം എഴുതി ചേർക്കേണ്ട കാര്യം ഭാരതത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കാൻ സാധിക്കുന്ന സർവ്വമത സമഭാവനയുടെ മഹത്തായ ഒരു രാഷ്ട്രത്തിൽ ബോധപൂർവമായി ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. ഞാൻ ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേശീയ ഗാനത്തിൽ
ദേശീയഗാനം പലപ്പോഴും വിവാദമായി നമ്മൾ കണ്ടിട്ടുണ്ട്. പല അവസരങ്ങളിലും ദേശീയഗാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഭാരതത്തിന് ഭാഗ്യം കൊണ്ടുവന്ന വിധാതാവെ അങ്ങേക്ക് പ്രണാമം എന്ന് പറയുമ്പോൾ ആ ഭാരതത്തിന് ഭാഗ്യം കൊണ്ടുവന്ന വിധാതാവ് ജോർജ് അഞ്ചാമൻ ആയിരുന്നോ, അദ്ദേഹത്തിന്റെ മുന്നിലാണല്ലോ ആദ്യമായി ആലപിക്കപ്പെട്ടെന്ന് ഒക്കെ പല അവസരങ്ങളിൽ ചർച്ച വന്ന സമയത്ത് ടാഗോർ തന്നെ അതിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിന് ഭാഗ്യം കൊണ്ടുവന്ന വിധാതാവേ എന്നുള്ള രീതിയിൽ അദ്ദേഹം, അതായത് എഴുതിയ ആൾ, അദ്ദേഹം ചിന്തിക്കുന്നത് ഈ ഭാരതത്തെ തന്നെയാണ്, ഭാരതത്തിന്റെ സ്വത്വത്തെയാണ് എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഒരു വ്യക്തിയായി കാണാം, ഈശ്വരനായി കാണാം. അതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഏത് രീതിയിലാണോ അതിനെ കാണുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രകൃതിയെ ഈശ്വരനായി കാണുന്നവരുണ്ട്, നിരീശ്വരവാദികളെ പോലും മഹർഷി എന്ന് വിളിച്ച പാരമ്പര്യം രാഷ്ട്രത്തിനുണ്ട്, ചാർവാകനെ. ഈ തരത്തിൽ ഒരു ശക്തിയെ മാത്രമായി നാം അതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ വരികൾ, മുറിച്ചു മാറ്റപ്പെട്ട വരികളിൽ ഹൈന്ദവ ദേവീ ദേവന്മാരുടെ പരാമർശം വന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ 1923 കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആന്ധ്രാപ്രദേശിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നേതാവിന്റെ പേരാണ് മുഹമ്മദ് അലി എന്ന്, മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയം മൗന സമ്മതത്തോടു കൂടി അവിടെ ഇരുന്ന ദുർബലരായ കോൺഗ്രസ് നേതാക്കൾ, ഞാൻ ആ വാക്ക് തന്നെ ആവർത്തിക്കുകയാണ്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, നാമെല്ലാം ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഈ വ്യക്തികളുടെ തന്നെ മറ്റൊരു നറേറ്റീവ് നമ്മൾ മനസ്സിലാക്കും. അന്ന് അതല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതാണ്. ടാഗോർ പിന്നീട് എങ്ങനെയാണോ ഭാരതത്തിന് ഭാഗ്യം കൊണ്ടുവന്ന വിധാതാവിനെ ഇങ്ങനെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തെറ്റിദ്ധാരണയായിരുന്നെങ്കിൽ അത് മാറ്റാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കുമായിരുന്നു. നിശബ്ദരായി അവിടെ ഇരുന്ന അതേ കോൺഗ്രസ് നേതാക്കന്മാരാൽ തന്നെയാണ് ഭാരതം വെട്ടിമുറിക്കപ്പെടുന്ന സമയത്തും മൗനസമ്മതത്തോടുകൂടി ഈ രാഷ്ട്രത്തെ വെട്ടിമുറിച്ച് രാഷ്ട്രം കണ്ട ഏറ്റവും വലിയ കലാപത്തിന് കൂടി ആ സമയത്ത് തിരികൊടുത്തിയത്. ഇന്നും അത് അവസാനിച്ചിട്ടില്ല. നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ, ഈ 2026 വരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തത്തിന്റെ ഏതാണ്ട് ബീജാഭാവം കൊണ്ടത് ഈ ഭാരത വിഭജനത്തിൽ അല്ലായിരുന്നു എന്ന് ഭാരതത്തിൽ ബുദ്ധിയുള്ള ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞു വന്നത്, എങ്ങനെയാണോ വന്ദേമാതരത്തെ മുറിച്ചത്, മൗലാന അബുൽ കലാം ആസാദ് വന്ദേമാതരത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു, ഏകത്വം ശാന്തി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഖുറാനിൽ എങ്ങനെയാണോ പരാമർശിച്ചിരിക്കുന്നത് അത് തന്നെയാണ് വന്ദേമാതരത്തിൽ എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് മൗലാന അബുൽ കലാം ആസാദ്. അപ്പം മതപരമാണ് രാഷ്ട്രത്തിന്റെ ആപ്തവാക്യങ്ങൾ എങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് ഇന്നും ഈ 2026 ആവർത്തിച്ച് മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ തിരുത്താൻ മുമ്പ് എങ്ങനെ സാധിച്ചില്ല, മൗനസമ്മതത്തിൽ എങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് അന്നിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളിടത്ത് നിന്ന് 2026 ആകുമ്പോൾ അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. രാഷ്ട്രത്തിന്റെ ആപ്തവാക്യങ്ങളെ അംഗീകരിക്കുന്നതിനെ മതപരമായി ഈ രാഷ്ട്രത്തിൽ ആരും കാണുന്നില്ല. ഈ ബ്രഹ്മോസ് റെജിമെന്റ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഏതെങ്കിലും ഒരു മത നേതാവ് ഈ ഭാരതത്തിലെ അഭിപ്രായം പറയും, ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അഭിപ്രായം പറയും. സത് ശ്രീ അകാൽ എന്ന് വിളിക്കുന്നതും ജയ് മഹാകാളി എന്ന് വിളിക്കുന്നതും ഒക്കെ മതപരമായതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. പ്രജ്ഞാൻ ബ്രഹ്മ, കേരള യൂണിവേഴ്സിറ്റിയുടെ, ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ ആപ്തവാക്യമാണ് പ്രജ്ഞാൻ ബ്രഹ്മ. ഋഗ്വേദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമോ? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്താണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമോ? മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ വിസുഖിന സന്തു, ഹിന്ദുക്കൾ ചൊല്ലുന്ന ശാന്തി മന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സർവേ വിസുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാഗശ്ചി ദുഃഖ ഭാഗ്ഭവേദ് എന്ന് ചൊല്ലുന്ന സമയത്ത് അത് മതപരമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കും. അങ്ങനെ മതപരമായി ബുദ്ധിമുട്ടുള്ളവൻ 947 എന്താണോ ആവശ്യപ്പെട്ടത്, മതപരമായ രാഷ്ട്രം ഉണ്ടാക്കി മാറിയത്, ആ രീതിയിൽ മാറുക എന്നുള്ളതിൽ കവിഞ്ഞ് ഭാരതത്തിന്റെ സ്വത്വത്തെ അംഗീകരിക്കുന്ന സമയത്ത് മതപരമായി കാണാൻ മുമ്പും പഠിച്ചിട്ടില്ല, ഇന്നും പഠിച്ചിട്ടില്ല. അതേ സ്വത്വത്തെ നിലനിർത്താൻ ഒരു പരിശ്രമം വീണ്ടും തുടർന്ന് ഒരു ചർച്ചയിലേക്ക് വരുന്ന സമയം പോലും ഇത്രയേറെ അസഹിഷ്ണുത ഉണ്ടാകുന്നത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് അസഹിഷ്ണുത?